ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പവിത്രം വീണ്ടും നമ്മുടെ പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. പക്ഷെ തിങ്കളാഴ്ച ഒരുപാട് നല്ല നല്ല അടിപൊളി ഭാഗങ്ങൾ നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ്. അതിൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗമാണ് പറയാൻ വേണ്ടി പോണത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ആക്ട്രസ് സ്വാതിയും കൂടി ഇതിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദിയാണെന്നുണ്ടെങ്കിൽ ആരോടും പറയാതെ നേരെ പോണത്, എല്ലാവരും ഉപേക്ഷിച്ച് പോണത് ആന്ധ്രാപ്രദേശിലേക്കാണ് കേട്ടോ. ഗർഭിണിയായിട്ടുള്ള വേദന സഹായിക്കാൻ വേണ്ടി അവിടെ ആരും തന്നെയില്ല. വേദ ആകെ നടന്ന് വലഞ്ഞ് ട്രെയിനിലാണ് പോകുന്നത്. നടന്ന് വലഞ്ഞാണെങ്കിൽ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുന്ന സമയത്താണ് വേദയ്ക്ക് സഹായിയായിട്ട് അവിടേക്ക് വേദ പോലും അറിയാതെ ഒരു കൂട്ടുകാരി വരുന്നത്. അപ്പോൾ ഒരു പെണ്ണ് വരുമ്പോഴേക്കും ഹലോ എന്തു പറ്റി, എന്തിനും സഹായം വേണോ എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. വേദ ആ സമയത്ത് എനിക്ക് ഒട്ടും വയ്യ, കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ അവർ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ കൂടെ വേറെ ആരുമില്ലേ? നിങ്ങളെ കണ്ട നിങ്ങൾ ഗർഭിണിയാണെന്ന് തോന്നുമല്ലോ. അതെ, ഞാൻ 3 മാസം ഗർഭിണിയാണ്. അതെയോ, അതിൻ്റെ ക്ഷീണമായിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും ആണോ, എൻ്റെ സ്ഥലവും കേരളം തന്നെയാണ്, പാലക്കാട്. നിങ്ങളോ? ഞാൻ തിരുവനന്തപുരമാണ്. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിൽക്കുന്നത് അടുത്തുള്ളൊരു ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വാ, റെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് പോകാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ കേട്ടോ. എനിക്ക് വിശ്വാസമാണ് എന്ന് പറയാണ്. അങ്ങനെ അവരാണെങ്കിൽ വേദനയും കൂട്ടിക്കൊണ്ട് അവരുടെ ഹോസ്റ്റലിലേക്ക് പോകുക കേട്ടോ. എൻ്റെ വേദക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലെങ്ങാനും പോകണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ്. അങ്ങനെ വേദയുടെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ്. വേദ തൻ്റെ ജീവിതം എല്ലാം തന്നെ അവരോട് പറയാണ്. താനൊരു വക്കീലാണെന്നും ഭർത്താവ് ഇങ്ങനെയാണെന്നും ജയിലിലാണെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, വേദേ ഞാൻ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടോട്ടെ, കാരണം താനെൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടോണ്ടല്ലേ താൻ തൻ്റെ കഥകളൊക്കെ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാനും തന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും. വേദക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഇവിടെ പഠിക്കുകയാണെങ്കിൽ വേദക്ക് പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ജോലി ചെയ്യാം, അല്ല വെറുതെ ഇരിക്കാനാണെങ്കിൽ വേദ വെറുതെ ഇരുന്നോളൂ. വേദയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം എൻ്റെ മാത്രമാണ്. എനിക്കതിനുള്ള കാര്യപ്രാപ്തിയും പണവും സ്വാധീനവും എല്ലാം ഉണ്ട് എന്ന് പറയണം. അങ്ങനെ വേദക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ആ ഒരു കൂട്ടുകാരുടെ കൂടെ വൈകിട്ട് വരുമ്പോഴേക്കും വേദ എല്ലായിടത്തും കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. വേദക്കും കുഞ്ഞും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും എല്ലാം തന്നെ ആ ഒരു ഫ്രണ്ടാണ് വേദക്ക് വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെയാണ്. വിക്രമാണെങ്കിൽ ജയിലിൽ വേദനയും തൻ്റെ കുഞ്ഞിനെയും കുറിച്ച് ആലോചിച്ചിട്ടാണ് ഓരോരോ ദിവസം തള്ളി നീക്കുന്നത്. നമ്മുടെ മാഷും കമലയും വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരുമ്പോൾ വിക്രത്തിന് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, വേദയും കുഞ്ഞും ഇപ്പം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന മാഷ് പറയേണ്ടത്, അവരെക്കുറിച്ച് ഒരു അറിവില്ല മോനെ, അവരെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ജഡ്ജി അദ്ദേഹം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവർ ഇത്രയും വർഷങ്ങളായിട്ട് അന്വേഷിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രം ആ ഒരു ജയിലിൽ അലറി വിളിച്ച് കരയോ പോലും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ മാഷിനും കമലക്കൊക്കെ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിക്രത്തിനെ കാണാനൊക്കെ വരുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയും കുഞ്ഞും എവിടെയാണെന്ന് അറിയാതെ ഓരോരോ നിമിഷവും ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അവിടെ ആ ഒരു സ്ഥലത്തേക്ക് കമ്മീഷണറായിട്ട് ഒരു ചെറുപ്പക്കാരൻ ജോയിൻ ചെയ്യണത്. അയാളുടെ ഭാര്യയാണ് ഈ പറഞ്ഞ സ്വാതി കേട്ടോ. അവർക്കും ജീവിതത്തിൽ എന്തോ വല്ല ദുരന്തം ഉണ്ടാവുന്നുണ്ട്, രണ്ടുപേരും സെപ്പറേറ്റ് ആവുന്നുണ്ട്. സ്വാതി ആണെങ്കിൽ എവിടെയൊക്കെയോ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഈ പറയുന്ന കമ്മീഷണർ ആണെന്നുണ്ടെങ്കിൽ അയാളും വല്ലാത്ത വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്വാതിയായിട്ട് നമ്മുടെ വേദയുടെ അനിയത്തിനെയാണോ കാണിക്കണേന്ന് അറിയില്ല. എന്തായാലും ആ ഒരു പുതിയ ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന വീണ്ടും വേദേനെ തന്നെയാണ്. വിക്രത്തിൻ്റെ ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേദയുടെ കയ്യിലുണ്ട് കേട്ടോ. വേദ ആ ഫോട്ടോ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരി വരുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ തൻ്റെ ഭർത്താവ്? അതെ വിക്രം, ഞാൻ വിക്രു എന്നാണ് വിളിക്കണത്. ഞാൻ കണ്ടുപിടിക്കാൻ സഹായിക്കണോ? ഇപ്പോൾ ഈ ഭർത്താവ് എവിടെയാണെന്ന് ഞാൻ നോക്കണോ? ഭർത്താവിന് സുഖമാണോ? ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഭർത്താവ് ഇപ്പം ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥകൾ കൂടി പറയുന്നുണ്ട്. പിന്നീട് ഞാനിപ്പോൾ ഇവിടെയുള്ള കാര്യം എൻ്റെ വീട്ടുകാരോ എൻ്റെ ഭർത്താവോ ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദ കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ദുരൂഹ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതെന്താന്നുള്ളതൊക്കെ നമുക്ക് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പതിവ് പോലെ തന്നെ ഇതിൻ്റെ തമിഴിൻ്റെ റീമേക്ക് ഭാഗങ്ങൾ തന്നെ ഞാൻ തുടർച്ചയായിട്ട് ഇടാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. Bye bye.